ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. കുട്ടികൾ പൊതുവെ വെജിറ്റബിൾ ഇഷ്ടപ്പെടാത്തവരാണ്. അപ്പോൾ കുട്ടികളുടെ ശരീരത്തിന് ആവശ്യമുള്ള വിറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും കിട്ടാനും അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വെജിറ്റബിൾസ് കഴിച്ചേ മതിയാകൂ. ഇതുപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള വെജിറ്റബിളൊക്കെ അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ ചെല്ലും. ഇതിൽ എത്രമാത്രം വെജിറ്റബിൾ അടങ്ങിയിട്ടുണ്ടെന്ന് അവർക്ക് പോലും അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിനുള്ള കവറിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി 2 കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെജിറ്റബിൾസ് ആണ്. 3/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി 3/4 കപ്പ് അളവിൽ തന്നെ ഗ്രീൻ അണിയൻ ചെറുതായി കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഈ 2 വെജിറ്റബിൾസിലും ധാരാളം പോഷകഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഇതിലേക്ക് ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ അയവിൽ ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം നമുക്കൊന്ന് ഇത് നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് കുഴച്ച് നോക്കാം. ഇപ്പം ഏകദേശം മാവെല്ലാം നല്ലതുപോലെ നനഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർക്കാം. അപ്പോൾ കയ്യിൽ നിന്നുള്ള ഒട്ടിപ്പിടിക്കലും മാറും. മാവ് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാനും പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം കേട്ടോ. കാബേജ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം. അതുപോലെ ചീരയുടെ തണ്ടില്ലാതെ ഇല മാത്രം അരിഞ്ഞ് ചേർക്കാം. പാലക്ക് ചീരയൊക്കെ നമുക്ക് ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാനിത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് 10 മിനിറ്റ് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കാം. അതിനുവേണ്ടി 300 ഗ്രാം മിൻസ്ഡ് മീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. കോൺഫ്ലവർ ചേർത്താലും നമ്മളിത് വേവിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. ഇപ്പം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കാം. നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള ചേർക്കാം. 2 മീഡിയം സവാളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് ഭാഗം കട്ട് ചെയ്തത് ചേർക്കാം. 1 ചെടി സ്പ്രിംഗ് അണിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ വൈറ്റ് ഭാഗമാണ് ഇപ്പോൾ കട്ട് ചെയ്ത് ചേർത്തിരിക്കുന്നത്. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതുപോലെ നിറം മാറി തുടങ്ങുന്ന അവസരത്തിൽ നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൻസ്ഡ് മീറ്റ് ചേർത്ത് കൊടുക്കാം. ഈ മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഞാനിവിടെ ബീഫാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ബീഫും മസാലയുമായി നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. മസാലപ്പൊടികളുടെ പച്ചക്കുത്തെല്ലാം മാറുന്നത് വരെ ഒരു 3 മിനിറ്റെങ്കിലും നമ്മൾ ഒന്ന് വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യണം. ഇപ്പോൾ മസാല എല്ലാം നല്ലതുപോലെ ബീഫുമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് ഈ വെള്ളമൊക്കെ വറ്റുന്നത് വരെ വേവിക്കാം. ബീഫും മസാലപ്പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് കുക്കാകണം. അതിനുവേണ്ടി നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. നേരിയ ഒരു നനവ് നമുക്ക് വേണം. ഇതിലേക്ക് ഇനി കുറച്ച് വെജിറ്റബിളൊക്കെ ചേർക്കാനുണ്ട്. ഞാനിതിലേക്ക് 1/2 കപ്പ് അളവിൽ വളരെ ചെറുതായി കട്ട് ചെയ്ത ക്യാബേജ് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ഇതിലേക്ക് ചേർക്കാം. പൊടിയായി അരിഞ്ഞ ചീരയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ.
ഇതിലെന്തൊക്കെ വെജിറ്റബിൾ ചേർത്തിട്ടുണ്ടെന്ന് കുട്ടികൾ അറിയാനേ പോകുന്നില്ല. നമ്മൾ തയ്യാറാക്കുന്നവർ മാത്രമേ അറിയൂ ഇതിലെന്തൊക്കെ വെജിറ്റബിൾ ചേർത്തിട്ടുണ്ടെന്ന്. ചോറിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ വെജിറ്റബിൾ കഴിക്കാൻ ഇഷ്ടപ്പെടില്ല, അവരത് മാറ്റി വയ്ക്കുകയുള്ളൂ. പക്ഷെ കുട്ടികൾ വെജിറ്റബിൾസ് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവരുടെ വളർച്ചയെ സഹായിക്കുന്ന ധാരാളം ഘടകങ്ങൾ വെജിറ്റബിൾസിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു പകുതി വേവാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ സ്പ്രിംഗ് അണിയനും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഫില്ലിങ് റെഡിയായി. ഈ ഫില്ലിങ് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. കവറിങ്ങിനുള്ള മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ പൊടി തൂകിയ പലകയിലേക്ക് ഈ മാവ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് പകുതിയാക്കി മുറിക്കാം. അതിനുശേഷം ഓരോ പകുതിയും 4 മുറിക്കാം. അപ്പോൾ 8 സ്നാക്സാണ് നമുക്കിതുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ സ്നാക്കിൽ ധാരാളം വെജിറ്റബിൾസ് അടങ്ങിയിട്ടുണ്ട്. കവറിങ്ങിലും വെജിറ്റബിൾസ് ഉണ്ട്, സ്റ്റഫ് ചെയ്യുന്ന ഫില്ലിങ്ങിലും ഉണ്ട് ധാരാളം വെജിറ്റബിൾസ്. കുട്ടികൾ അറിയാനേ പോകുന്നില്ല ഇതിലെന്തെല്ലാം ചേർത്തിട്ടുണ്ടെന്ന്. ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ ഉരുളകളെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി പലകയിലേക്ക് അല്പം പൊടി തൂകിയിട്ട് ഓരോ ഉരുളയും നമുക്കൊന്ന് പരത്തിയെടുക്കാം. പൂരിയുടെ വലിപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് തൂവിക്കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തണമെന്നില്ല കേട്ടോ, നമ്മൾക്ക് ഇത് സ്റ്റഫ് ചെയ്ത് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ധാരാളം വെജിറ്റബിൾസും അടങ്ങിയിട്ടുണ്ട്. ഇത് നോൺ വെജുമാണ്. കുട്ടികൾ വളരെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഈ ഫില്ലിങ്ങിന്. ഇനി നമുക്കിതൊന്ന് അരികെല്ലാം കൂട്ടിയെടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ ഉരുട്ടി കൈവെള്ളയിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഒരു സ്നാക്ക് നമ്മൾ സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ 8 സ്നാക്കും സ്റ്റഫ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനിൽ എണ്ണ ചൂടാക്കി ഇട്ടിരിക്കുകയാണ്. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴാണ് നമ്മൾ ഈ സ്നാക്ക് ഇട്ട് കൊടുക്കേണ്ടത്. മീഡിയം ഹീറ്റിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പായിട്ട് 4 എണ്ണമാണ് ഫ്രൈ ചെയ്യുന്നത്. ഒരു സൈഡ് ഏകദേശം ഗോൾഡൻ യെല്ലോ കളറാകുമ്പോൾ തന്നെ മറിച്ചിടുക. കുറച്ചുകൂടി ഡാർക്കായിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ അതുപോലെയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മറിച്ചിടുമ്പോൾ തമ്മിൽ മുട്ടി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ ഉപയോഗിച്ച് മറിച്ചിടുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ മറിച്ചിടുമ്പോൾ 2 സ്പൂണ് ഉപയോഗിച്ച് മറിച്ചിടുക. മറ്റേ സൈഡും നല്ലതുപോലെ മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. മൊരിഞ്ഞോന്നറിയാൻ നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. ഇപ്പോൾ 2 സൈഡും ഏകദേശം ഒരേപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ ആ സ്നാക്കെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത ട്രിപ്പിലും 4 എണ്ണം വീതം നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പം ഞാൻ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 8 സ്നാക്കും റെഡി ആയിട്ടുണ്ട്. കുട്ടികൾ കണ്ടാൽ ഇത് ഓടി വന്ന് കഴിക്കും. വളരെ ഇഷ്ടത്തോടെ കഴിക്കും. അവർ പ്ലേറ്റ് ടപ്പെന്ന് കാലിയാക്കി തരും. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള സോസ് കൂട്ടി കഴിക്കാം.
ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ കൂട്ടി കഴിക്കാം. മയണൈസ് കൂട്ടി കഴിക്കാനും നല്ലതാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വെജിറ്റേറിയൻ മയണൈസ് ഉപയോഗിച്ച് കുട്ടികൾക്ക് കൊടുക്കുക. മുതിർന്നവർക്ക് വേണമെങ്കിൽ ഇതൊരു കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. രാവിലെയും വൈകുന്നേരവും കഴിക്കാം. നല്ലൊരു സ്നാക്കാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ധാരാളം വെജിറ്റബിൾ അടങ്ങിയ ഈ സ്നാക്ക് വളരെ ഹെൽത്തിയാണ്. മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്